difference between physisorption and chemisorption, difference between homogeneous catalysis and heterogeneous catalysis, and also difference between lyophobic and lyophilic colloids are the important topics of surface chemistry. Plus 2 chemistry ടോപ്പിക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് സർഫസ് കെമിസ്ട്രി. നമ്മൾ നേരത്തെ 4 യൂണിറ്റിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഡെറിവേഷൻ ഉൾപ്പെടെ കണ്ട കാര്യങ്ങൾ ഈ ചാപ്റ്റർ എത്തുമ്പോഴേക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഡിഫറൻസസ്, അതുപോലെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വായിച്ചു പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഉൾപ്പെടെയുള്ള മുഴുവൻ ടോപ്പിക്കിലെയും പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ്. ഇതിലെ എല്ലാ മാർക്കും സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സർഫസ് കെമിസ്ട്രിയിലെ മൊത്തം ടോപ്പിക്കാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതായത് അഡ്സോർപ്ഷൻ, അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. ഒപ്പം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി അഡ്സോർപ്ഷൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഇഫക്റ്റ് ഓഫ് പ്രഷർ ആണ്. ആ പ്രഷറിന്റെ എഫക്റ്റിലാണ് ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒപ്പം വാട്ട് ആർ ദി ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ. ചാപ്റ്ററിലെ 2ാമത്തെ സെക്ഷനാണ് കറ്റാലിസിസ്. അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ആ ഹെറ്ററോജീനിയസ് കറ്റാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഡ്സോർപ്ഷൻ തിയറി. Then what are the features of a solid catalyst? അതുപോലെ തന്നെ that is activity and selectivity. Then one mark about shape selective catalyst. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്നുള്ളത്? മറ്റൊന്ന് എൻസൈം കറ്റാലിസിസ്, അതിന്റെ മെക്കാനിസം എന്താണ്, എക്സാമ്പിൾ എന്താണ് എന്നതാണ് എൻസൈം കറ്റാലിസിസിൽ. അതുപോലെ തന്നെ 3rd ടോപ്പിക് ആണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഏരിയ വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. അതിൽ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്, ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ആൻഡ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ അബൌട്ട് ദി നേച്ചർ ഓഫ് ദി പാർട്ടിക്കിൾ. ദെൻ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതിൽ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിസ്പേർഷൻ ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ് ഉണ്ട്, ഒപ്പം തന്നെ പെപ്റ്റൈസേഷൻ. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദി പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് അബൌട്ട് ദി കൊളോയിഡ്സ്, dialysis, electrodialysis and ultrafiltration. Then next is what are the properties of colloids? Tyndall effect, then Brownian movement, then electrophoresis, and a very important topic is coagulation. Then what are the 2 type of emulsion? Water in oil emulsion and also oil in water emulsion. Then the last topic is application of colloids in the daily life. These are the important topics in the chapter surface chemistry. അതില് ഈ സ്റ്റാർ ഇട്ടതാണ്, that is adsorption difference, physisorption, chemisorption difference. Then factors depends on the adsorption, homogeneous, heterogeneous difference. Then classification of colloids, then properties of colloids, emulsion. ഈ ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കുകളായിട്ട് കാണുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് മൊത്തം ടോപ്പിക്കിനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് നോക്കിയിട്ട് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് വേണം ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മൊത്തം ടോപ്പിക്കിനെ ഒന്നൊരു ക്വിക്ക് റിവിഷനിലൂടെ പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ ടോപ്പിക്കിൽ പറയുന്നത് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് the excess concentration at the surface than in the bulk of the material is called adsorption. നമ്മൾ അഡ്സോർപ്ഷൻ ആണ് ഈ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പക്ഷേ എക്സസ് കോൺസെൻട്രേഷൻ ബൾക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ബൾക്കിലും സർഫസിലും യൂണിഫോം കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ബോത്ത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് സൈമുൾട്ടേനിയസ്ലി. ഇറ്റ് ഈസ് കോൾഡ് സോർപ്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒറ്റ വേർഡിൽ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ, എന്നാൽ അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിനൻ എന്നാണ് നമ്മൾ അതിന്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഈ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ 2 കമ്പണന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് സിലിക്ക ജെൽ ഓൺ വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പറും സിലിക്ക ജെല്ലും തമ്മിലുള്ള ഒരു അഡ്സോർപ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 കമ്പണന്റ് ഏതൊക്കെയാണ്? The one is called adsorbent,
ആൻഡ് അനദർ ഇസ് കോൾഡ് adsorbate. നമ്മൾ സോൾവെന്റ് സൊല്യൂട്ട് എന്നൊക്കെ സൊല്യൂഷനിൽ പറയുന്നത് പോലെ two components in the adsorption are adsorbent and adsorbate. അപ്പൊ ഇതില് ആരാണ് adsorbent, ആരാണ് adsorbate? ഈ എക്സാമ്പിളിൽ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ ദാറ്റ് ഈസ് സിലിക്ക ജെൽ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മിക്കാൻ ഷോർട്ട് കട്ട് ഞാൻ പറയാം. ദാറ്റ് ഈസ് adsorbate. ഈ TE ആലോചിച്ചാൽ മതി, വാട്ടറിലും TE ഉണ്ട് എന്ന് ആലോചിച്ചത് കൺഫ്യൂഷൻ ഇല്ലാതെ ഓർമ്മിക്കാൻ ഷോർട്ട് കട്ട് ട്രിക്ക് ആയിട്ട് പറയുന്നതാണ്. ദാറ്റ് ഈസ് വാട്ടർ വേപ്പർ adsorbate ആണ്, എന്നാൽ സിലിക്ക ജെൽ adsorbent ആണ്. അതായത് എന്താണ്, ആരാണ് പോയിട്ട് അഡ്സോർബ് ചെയ്യുന്നത്? The substance gets adsorbed are called adsorbent. And ആരാണോ ആരിലേക്കാണോ, അതായത് സിലിക്ക ജെല്ല് വാട്ടർ വേപ്പറിനെ അഡ്സോർബ് ചെയ്യുന്നു. സോ സിലിക്ക ജെൽ സബ്സ്റ്റൻസ് which can absorbing other substance, അതാണ് substance which are absorbing other substance is called adsorbent. And the substance gets adsorbed, പോയിട്ട് അഡ്സോർബ് ചെയ്യുന്ന ആള്, അതാണ് adsorbate എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ഗെറ്റ്സ് അഡ്സോർബ്ഡ് നെയാണ് അഡ്സോർബേറ്റ് എന്ന് നമ്മൾ. അപ്പൊ വാട്ടർ വേപ്പർ പോയിട്ട് സിലിക്ക ജെല്ലിന്റെ സർഫസിലേക്ക് പോയിട്ട് അഡ്സോർബ് ചെയ്യാണ്. അപ്പൊ സിലിക്ക ജെൽ അഡ്സോർബന്റ് ആണ്, പോയിട്ട് അഡ്സോർബ് ചെയ്യുന്ന ആള് വാട്ടർ വേപ്പർ അഡ്സോർബേറ്റ് ആണ് എന്നത് ഓർമ്മിക്കുക. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളതാണ്. ഈ അഡ്സോർബന്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ട് അഡ്സോർപ്ഷൻ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ദാറ്റ് ഈസ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ കോൾഡ് ഫിസിസോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ ഇറ്റ് ഈസ് കോൾഡ് കെമിസോർപ്ഷൻ. ഇതാണ് രണ്ട് ടൈപ്പുള്ള അഡ്സോർപ്ഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ് ഫിസിസോർപ്ഷനിൽ, സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആണ് നമുക്ക് കെമിസോർപ്ഷനിൽ പറയാം. ദെൻ ലോ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ് ഫിസിസോർപ്ഷനിൽ, ഹൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. യൂഷ്വലി ടേക്സ് പ്ലേസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആണ് ഫിസിസോർപ്ഷൻ, ഹൈ ടെമ്പറേച്ചറിലാണ് കെമിസോർപ്ഷൻ നടക്കുക. ദെൻ റിവേഴ്സിബിൾ ആണ് ഫിസിസോർപ്ഷൻ, കെമിസോർപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. നോട്ട് സ്പെസിഫിക് ഈ ഫിസിസോർപ്ഷൻ, ദെൻ ഹൈലി സ്പെസിഫിക് ആണ് നമ്മുടെ കെമിസോർപ്ഷൻ. ഇറ്റ് ഫോംസ് മൾട്ടി മോളിക്കുലാർ ലെയർ. ഫിസിസോർപ്ഷനിൽ യൂണിമോളിക്കുലാർ സിംഗിൾ ലെയർ ആണ് കെമിസോർപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ കണക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ഒരു ടേബിൾ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then the next topic is what are the factors which depends on the adsorption എന്നാണ്. Then അവിടെ നമുക്ക് nature of the adsorbate പറയാം. അതേപോലെ തന്നെ easily liquefiable gas. adsorbate ഞാൻ പറഞ്ഞു വാട്ടർ വേപ്പർ പോലെയുള്ള സാധനമാണ്. അവിടെ തന്നെ H2O, HCl, NH3 പോലെയുള്ള easily liquefiable ആയിട്ടുള്ള gases ആണ് adsorbed more than permanent gases. H2O, O2, Cl2 പോലെയുള്ള പെർമനന്റ് ഗ്യാസിനേക്കാൾ പോയിട്ട് അഡ്സോർബ് ചെയ്യുന്നത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ്. അതാണ് നേച്ചർ ഓഫ് ദ അഡ്സോർബേറ്റ്. എന്നാൽ നേച്ചർ ഓഫ് ദി അഡ്സോർബെന്റ് ഞാൻ പറഞ്ഞു സിലിക്ക ജെല്ല്, അതുപോലെ ചാർക്കോള്, അതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്സോർബെന്റ് ആയിട്ട് എടുക്കുന്നത്. മറ്റൊന്ന് ദാറ്റ് ഈസ് കോൾഡ് എഫക്ട് ടെമ്പറേച്ചർ ആണ്. അവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് അഡ്സോർപ്ഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ് ആണ്. അഡ്സോർപ്ഷൻ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. അഡ്സോർപ്ഷൻ മെക്കാനിസം പറയുമ്പോൾ അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ. ഒപ്പം തന്നെ ഈ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സിലിക്ക ജെൽ മോളിക്യൂള് കുറെ വാട്ടർ വേപ്പർ ചുറ്റുണ്ടായിരുന്നു, അതിനൊക്കെ അഡ്സോർബ് ചെയ്യുമ്പോഴേക്ക് അതെല്ലാം കൂടി ഒരു യൂണിറ്റ് ആയി മാറുവാണ്. സോ എൻട്രോപ്പി കുറയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് മെക്കാനിസത്തിൽ വരേണ്ടത്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് എക്സോതെർമിക് ആയതുകൊണ്ട് when temperature increases rate of adsorption എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അത് ലെഷാറ്റൽ പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ് ഇക്വിലിബ്രിയത്തിൽ. അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ x/m വേഴ്സസ് ടെമ്പറേച്ചർ when pressure is kept constant. പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വരക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ്, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വരക്കുന്ന ഗ്രാഫിനെ നമ്മൾ പറയും ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ ഐസോബാർ. ഐസോബാർ എന്നാണ് ഗ്രാഫിനെ വിളിക്കുക. അത് ഫിസിസോർപ്ഷന്റെ കേസിലാണെങ്കിൽ റെഗുലർലി when temperature increases rate of adsorption regularly decreases. എന്നാൽ in the chemisorption when temperature increases
എക്സ് ബൈ എം ഫസ്റ്റ് ഇൻക്രീസസ് then decreases. എന്താ കാരണം? നേരത്തെ പറഞ്ഞു കെമിസ് ഓപ്ഷൻ ഈസ് ഒക്കറിങ് ക്യാരിഡ് ഔട്ട് അറ്റ് ലോ ടെമ്പറേച്ചർ. നമ്മൾ ഫിസിക്സ് ഓപ്ഷൻ നടക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് കെമിസ് ഓപ്ഷൻ നടക്കുക. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ കെമിസ് ഓപ്ഷൻ ആദ്യം മാക്സിമത്തിലേക്ക് എത്തി കെമിസ് ഓപ്ഷൻ നടന്ന് പിന്നെ അതെന്ത് ചെയ്യും? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഫസ്റ്റ് ഇൻക്രീസസ് then decreases എന്നതാണ് അവിടെ ഓർമ്മിക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് പ്രഷറിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചറിന്റെ എഫക്റ്റില് നമ്മൾ രണ്ട് ഗ്രാഫാണ് എക്സാമിനേഷന് വരിക. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ ഐസോ ബാർ വരക്കാൻ വേണ്ടിയിട്ട്. അത് ഫിസിക്സ് ഓപ്ഷന്റെ കേസിൽ റെഗുലർലി ഡിക്രീസസ്, കെമിസ് ഓപ്ഷന്റെ കേസിൽ ഫസ്റ്റ് ഇൻക്രീസസ് then decreases. പ്രഷറിന്റെ എഫക്ട് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. സിലിക്കാ ജെല്ലിന്റെ മുകളിലേക്ക് വാട്ടർ വേപ്പർ വന്ന് അഡ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിയാൽ അഡ്സോർപ്ഷന്റെ സ്പീഡ് കൂടുമല്ലോ. അപ്പൊ അഡ്സോർപ്ഷന്റെ സ്പീഡ് ആദ്യം ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് മാക്സിമം അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും റേറ്റ് ഓഫ് അഡ്സോർപ്ഷനിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വരക്കുന്ന ഗ്രാഫാണ്. that can be explained by Friendlich adsorption isotherm. Friendlich adsorption isotherm ന്റെ ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ x/m വേഴ്സസ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് നമ്മൾ വരക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ആലോചിക്ക്. പ്രഷർ കൂടുമ്പോൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആദ്യം കൂടും. നല്ലവണ്ണം അഡ്സോർപ്ഷൻ നടക്കും. ഈ സിലിക്കാ ജെല്ലിന്റെ മുകളിലേക്ക് വാട്ടർ വേപ്പർ വന്നിട്ട് അഡ്സോർബ് ചെയ്യും. എല്ലാ സൈഡിൽ നിന്നും മാക്സിമം സർഫസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്പേസ് ഉണ്ടാവില്ല സർഫസിൽ അഡ്സോർപ്ഷൻ നടക്കാൻ. മാക്സിമം സാച്ചുറേഷൻ ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പ്രഷറിനെയാണ് PS എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക, സാച്ചുറേഷൻ പ്രഷർ. അതിനുശേഷം നമുക്ക് ഇനി പ്രഷർ കൂട്ടിയിട്ടും കാര്യമില്ല, x/m റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഗ്രാഫിന്റെ നേച്ചർ നിങ്ങൾ നോക്കുക, ആദ്യം ഇൻക്രീസ് ചെയ്യും then റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ. ഈ ഗ്രാഫിനെ 3 ഏരിയ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. നോക്ക്, ഈ ഗ്രാഫിനെ ഞാനിപ്പോ ഇവിടെ വേണമെങ്കിൽ ഏരിയ നമ്പർ 1 എന്ന് വിളിച്ചു, ഇതിനെ വേണമെങ്കിൽ ഏരിയ നമ്പർ 2 എന്ന് വിളിച്ചു. ഈ മിഡിൽ ഈ കർവ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഏരിയ നമ്പർ 3 എന്ന് എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാനിവിടെ ഏരിയ 1ൽ പ്രഷറിന്റെ എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമുക്ക്? ദാറ്റ് ഈസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. x/m പ്രൊപ്പോർഷണൽ ടു p റേസ്ഡ് ടു x/m ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു p എന്ന് നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് x/m പ്രൊപ്പോർഷണൽ ടു p, x/m ഈക്വൽ ടു kp റേസ്ഡ് ടു 1 എന്ന് നമുക്ക് പറയാം. എന്നാൽ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കൂ. നിങ്ങൾ സെക്കൻഡ് കണ്ടീഷൻ പ്രഷർ കൂട്ടിയാലും x/m മാറ്റം ഉണ്ടോ? x/m റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്ക്, x/m പ്രൊപ്പോർഷണൽ ടു p റേസ്ഡ് ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x/m ഈക്വൽ ടു k p റേസ്ഡ് ടു 0. p റേസ്ഡ് ടു 0 1 ആണ്. അപ്പൊ x/m ഈക്വൽ ടു k കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ മിഡിൽ കർവ് ഈ ബെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പറയാം നമുക്ക്? നോക്ക്, x/m പ്രൊപ്പോർഷണൽ ടു p റേസ്ഡ് ടു 1/n എന്ന് ഞാൻ എടുക്കുകയാണ്. സോ k into p റേസ്ഡ് ടു 1/n, 1/n is in between 1 and 0. ഇതിനടക്കാണ് വരിക. ഇത് 1 ആണ്, 0 ആണ്. സോ 1/n is in between 1 and 0. n is always 1 that is between 1 and 0 0.5 ഒക്കെ കിട്ടണ്ടേ? അപ്പം n is always greater than 1 എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. n is always greater than 1 എന്ന് നമുക്ക് അവിടെ റിലേഷൻ എടുക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഇതേ സംഭവം തന്നെ ഈ ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ x/m ഈക്വൽ ടു k p റേസ്ഡ് ടു 1/n അതിന്റെ ലോഗരിതമിക് ഫോം നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് log x/m ഈക്വൽ ടു log k പ്ലസ് 1/n log p. ഇതിന്റെ ലോഗരിതമിക് ഫോം ആണ് ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ. ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് y ഈക്വൽ ടു mx പ്ലസ് c. അപ്പം നമുക്ക് y എന്ന് പറഞ്ഞാൽ log x/m ആണ്, x എന്ന് പറഞ്ഞാൽ log p ആണ്, then അതിന്റെ സ്ലോപ്പ് 1/n കിട്ടും. ഈ ഗ്രാഫ് നമ്മൾ അവിടെ എളുപ്പത്തിൽ ഓർമ്മിക്കണം. എന്നാൽ ഇതേ അഡ്സോർപ്ഷൻ നടക്കുന്നത് കോൺസെൻട്രേഷനിലാണ്. സൊല്യൂഷനിലാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കേണ്ടത് പ്രഷർ ടേം ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ c. സോ വാട്ട് ഈസ് അറ്റ് ലോ കോൺസെൻട്രേഷൻ കണ്ടീഷനിൽ x/m ഈക്വൽ ടു k c റേസ്ഡ് ടു 1 എന്ന് കിട്ടും. ഹൈ കോൺസെൻട്രേഷനിലാണെങ്കിൽ ഇവിടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് x/m ഈക്വൽ ടു k c റേസ്ഡ് ടു 0. അറ്റ് ഇന്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ x/m ഈക്വൽ ടു k c റേസ്ഡ് ടു 1/n എന്ന് പറയാം. ലോഗരിതമിക് ഫോം p ഉള്ളിടത്ത് c എന്ന് കൊടുത്താൽ അതിന്റെ ലോഗരിതമിക് ഫോം കിട്ടും. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ എന്ന ടോപ്പിക്കും അവിടെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ആർ ദി അപ്ലിക്കേഷൻ ഓഫ്
adsorption എന്നാണ്. Adsorption different applications ഉണ്ട്. That is producing high vacuum, that is to control the humidity control ചെയ്യാൻ വേണ്ടി പറ്റും. That is removal of coloring material from a solution. നമ്മൾ decolorization of sugar by animal charcoal ഒക്കെ adsorptionന്റെ application ആണ്. Then used in heterogeneous catalysis. Then adsorption technique is used in the separation of inert gases. അപ്പോൾ ഇങ്ങനെയുള്ള applications നിങ്ങൾ ഓർമ്മിക്കണം. ചിലപ്പോൾ അതും ക്വസ്റ്റ്യൻസിൽ വരാം. സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. That is called catalysis എന്നാണ്. The catalyst is a substance which can alter the rate of chemical reaction. ഒരു റിയാക്ഷന്റെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് catalysis. Catalysis are of two types. ഫോക്കസ് ഏരിയയിൽ കൂടി ഉള്ള ടോപ്പിക് ആണ് homogeneous catalysis and heterogeneous catalysis. സിമ്പിൾ ആണ്. homogeneous catalysis means the reactants and catalyst are in the same physical state. For example, 2SO2 gas ആണ്, O2 gas ആണ്, അത് 2SO3 ഉണ്ടാവുന്നു, then NO gas ആണ് അവിടെയുള്ള കാറ്റലിസ്റ്റ് നൈട്രിക് ഓക്സൈഡ്. സോ ഇവിടെ റിയാക്ടന്റും കാറ്റലിസ്റ്റും സെയിം ഫിസിക്കൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹോമോജീനിയസ് കാറ്റാലിസിസ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, N2 plus 3H2 gives 2NH3. ഹേബർ പ്രോസസ് ആണ്, അമോണിയയുടെ മാനുഫാക്ചറിംഗ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് സ്പോഞ്ചി അയൺ സോളിഡ് ആണ്, നമ്മുടെ റിയാക്ടന്റ് ഗ്യാസ് ആണ്. സോ reactants and catalysts are in the different physical state are called heterogeneous catalysis. അപ്പം important question ആണ്, difference between homogeneous catalysis and heterogeneous catalysis. Reactants and catalysts are in the same physical state called homogeneous, and different physical state ആണെങ്കിൽ it is called heterogeneous catalysis. ഇനി ഇവിടെ അഡ്സോർപ്ഷൻ തിയറി, ഈ ഹെറ്ററോജീനിയസ് കറ്റാലിസിസുമായി ബന്ധപ്പെടുന്ന അഡ്സോർപ്ഷൻ തിയറിയിലെ 4 സ്റ്റെപ്പാണുള്ളത്. ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസ് ടു ദ സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ആദ്യം ഇവിടെ കാറ്റലിസ്റ്റിലേക്ക് റിയാക്ടൻസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് ഡിഫ്യൂഷൻ നടക്കുന്നു. ദെൻ അവിടെ വെച്ചിട്ട് അഡ്സോർപ്ഷൻ നടക്കുന്നു. കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് ഈ റിയാക്ടന്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. ദെൻ തേർഡ് വൺ ഈസ് ഒക്കറൻസ് of a chemical reaction നടന്നിട്ട് അവിടെ ബോണ്ടുകൾ ഉണ്ടാവുന്നു റിയാക്ടന്റുകൾക്കിടയിൽ. then fourth step is the decomposition of a dispersion of a products from the surface of the catalyst സർഫസിൽ നിന്ന് പ്രൊഡക്റ്റ് വേർതിരിക്കുന്നു. എന്നിട്ട് അത് അഞ്ചാമത്തെ സ്റ്റെപ്പില് ഡിഫ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് away from the surface of the catalyst, സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് away from the surface of the catalyst. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് അഡ്സോർപ്ഷൻ തിയറി വെച്ചിട്ട് ഈ ഹെറ്ററോജീനിയസ് കറ്റാലിസിസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ സോളിഡ് കാറ്റലിസ്റ്റ് എന്നാണ്. സോളിഡ് കാറ്റലിസ്റ്റിനെ സ്വാധീനിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. എന്ന് പറഞ്ഞാൽ certain കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഒക്കർ ചെയ്യണമെങ്കിൽ ആക്റ്റീവ് ആവണമെങ്കിൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ആവശ്യമുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അറ്റ്മോസ്ഫിയറിൽ ഇഷ്ടം പോലെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അവർ നോർമൽ കണ്ടീഷനിൽ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം അണ്ടർ ഇലക്ട്രിക് ആർക്കിന്റെ പ്രസൻസിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സെലക്ടിവിറ്റി. കാറ്റലിസ്റ്റ് ഹൈലി സെലക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം ഒരു റിയാക്ടന്റുകൾ പ്രൊഡക്റ്റ് ആയി മാറുമ്പോൾ കാറ്റലിസ്റ്റ് ആണ് തീരുമാനിക്കുന്നത് ഏത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവേണ്ടത് എന്ന്. അതായത് ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ ഈതൈൻ എന്ന് പറയുന്ന CH ട്രിപ്പിൾ ബോണ്ട് CH എടുത്തിട്ട് പലേഡിയം ആണ് കാറ്റലിസ്റ്റ് എടുക്കുന്നെങ്കിൽ അത് ഈതൈൻ ആയി മാറും. 2 മോളിക്യൂൾ H2 ആഡ് ചെയ്തിട്ട് ഈതൈൻ ആയി മാറും. എന്നാൽ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് BaSO4 ബേരിയം സൾഫേറ്റ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നെങ്കിൽ പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് എടുത്താൽ ഒരു H2 മാത്രമാണ് അതിലേക്ക് ആഡ് ചെയ്യുക. CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടാവും. അപ്പൊ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിർണ്ണയിക്കുന്നത് റിയാക്ടന്റ് അല്ല, അവിടെ H2 ആണ് ആഡ് ചെയ്യുന്നത്. റിയാക്ടന്റ് അല്ല, കാറ്റലിസ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. സോ കാറ്റലിസ്റ്റ് ആർ ഹൈലി സെലക്റ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. Then next is shape selective catalyst. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ZSM5 ആണ് ഷേപ്പ്
സെലക്റ്റീവ് കാറ്റലിസ്റ്റിനെ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ടു പെട്രോൾ. ആൽക്കഹോളിന്റെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലാണ് ഇത് യൂസ് ചെയ്യുക. ആൽക്കഹോൾ പെട്രോൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് ZSM5 ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിനെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. Then the next topic is enzyme catalysis. ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെയാണ് എൻസൈംസ് എന്ന് പറയാ. സോ ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അവിടെ എൻസൈംസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ്, ഹൈലി എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് നമുക്ക് എൻസൈം വേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് എൻസൈം കറ്റാലിസിസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ പഠിക്കണം. ഇത് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന എക്സാമ്പിൾ കൂടിയാണ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. അതായത് ദാറ്റ് ഈസ് നമ്മൾ ഷുഗർ എടുത്തിട്ട് മൊളാസസ് അല്ലെങ്കിൽ ഷുഗർ എടുത്തിട്ട് അതിലേക്ക് H2 ആഡ് ചെയ്യാം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേസ്. അവിടെയുള്ള എൻസൈം ഇൻവെർട്ടേസ് ആണ്. C6H12O6 പ്ലസ് C6H12O6 ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഒബ്റ്റെയിൻ. ഫെർമെന്റേഷൻ എന്നൊക്കെ ഇതിനെ വിളിക്കാം. ദെൻ ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസ് എടുക്കുക. സൈമേസ് സെക്കൻഡ് സ്റ്റേജിൽ സൈമേസ് മറ്റൊരു എൻസൈം കറ്റാലിസിന് എക്സാമ്പിൾ ആണ്. ദെൻ എഥനോൾ ആൻഡ് വാട്ടർ കിട്ടും. എഥനോൾ ആൻഡ് വാട്ടർ കിട്ടും. അപ്പൊ എൻസൈം കറ്റാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർമ്മിക്കാം. ദേ ആർ ഹൈലി സ്പെസിഫിക് നേച്ചർ. ദേ activate under optimum temperature and optimum pH. They increases the activity in the presence of activators and coenzymes. ഇതൊക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പിന്നെ പറയാവുന്നതാണ്. അപ്പൊ ഇത്തരം പിന്നെ അതുപോലെ തന്നെ എൻസൈം കറ്റാലിസിസിന്റെ മെക്കാനിസം എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് to form enzyme substrate complex. Enzyme substrate complex is converted to enzyme product complex. Enzyme product complex decompose ചെയ്തിട്ട് enzyme and product. E plus S gives ES, ES gives EP, EP gives E plus P. ഇങ്ങനെ 3 സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ lock and key mechanism for the enzyme catalysis എന്ന് നമുക്ക് വേണമെങ്കിൽ ആ ടോപ്പിക്കും പറയാം. അപ്പൊ ഇത്രയുമാണ് കറ്റാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് കൊളോയിഡ്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ്സ്. കൊളോയിഡ്സ് ആർ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഹെറ്ററോജീനിയസ് ആണ് കൊളോയിഡ്സിന്റെ നേച്ചർ. ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ സൈസ് ഇൻ ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ. 1 to 1000 നാനോമീറ്ററിൽ പാർട്ടിക്കിൾ സൈസുള്ള ഹെറ്ററോജീനിയസ് മിക്സ്ചറിനെയാണ് കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ് വഴി മാത്രമേ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുള്ള കമ്പണൻസിനെ അത് ടിന്റൽ ഇഫക്റ്റ് ഷോ ചെയ്യും കൊളോയിഡ്സ് എന്നതൊക്കെയാണ് കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന ബേസിക് പോയിന്റ്സ്. ദെൻ വാട്ട് ആർ ദി two components in a colloid? Example നമുക്ക് പറയാം starch solution, starch in water as an example of colloid. അപ്പോൾ one component is called dispersed phase and another component is called dispersion medium. രണ്ട് components ഉള്ളത്, ഒന്ന് dispersed phase ഉം മറ്റൊന്ന് dispersion medium-ഉമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ starch powder is the dispersed phase and water is the dispersion medium. അപ്പോൾ ഈ രണ്ട് component ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ആദ്യത്തെ ടോപ്പിക് പറയുന്നത്. ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറയുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ ഫിസിക് ബേസ്ഡ് ഓൺ ദ physical state of dispersed phase and dispersion medium. dispersed phase ന്റെയും dispersion medium-ത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫോക്കസ് ഏരിയയിൽ വരുന്നത് ടോപ്പിക് ആണ്. അതുപോലെ തന്നെ പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. രണ്ടാമത് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയം ആണ്. തെറ്റിക്കരുത്, ഫേസ് മീഡിയം. അപ്പൊ സോളിഡും ആണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും സോളിഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സോളിഡ് സോൾട്ട് എന്നാണ് അതിന്റെ പേര്, കൊളോയിഡിന്റെ പേര്. അതിന് എക്സാമ്പിൾ ആയിട്ട് ജെം സ്റ്റോൺസ്, റൂബി, എമറാൾഡ് പോലെയുള്ള ജെം സ്റ്റോൺസ് ആണ് അതിന് എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഈസ് കോൾഡ് സോളിഡ് ഇൻ ലിക്വിഡ്, ഇറ്റ് ഈസ് കോൾഡ് സോൾ. സോളിഡ് ഇൻ ലിക്വിഡ് ഈസ് കോൾഡ് സോൾ. എക്സാമ്പിൾ all metal salt like gold salt, silver salt, etc. Then third one is called solid in gas, it is called aerosol. First one is solid in solid,
സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ഗ്യാസ്. ആദ്യം പറഞ്ഞ ഫേസ്, പിന്നെ പറഞ്ഞ മീഡിയം. അപ്പോൾ സോളിഡ് ഇൻ ഗ്യാസ് ഈസ് കോൾഡ് എയറോസോൾ. എക്സാമ്പിൾ ഡസ്റ്റ് ഇൻ ദ എയർ, അല്ലെങ്കിൽ എയർ കണ്ടെയ്നിങ് ഡസ്റ്റ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ നമുക്ക് സ്മോക്ക് എന്നൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. Then next one is liquid in solid. Liquid in solid is called gel. Gel example ആയിട്ട് പറയുന്നത് ബട്ടർ, ചീസ്, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഒക്കെ നമുക്ക് പറയാം. That is liquid in solid is called gel. Then fifth one is liquid in liquid is called emulsion. Emulsion, blood, milk ഒക്കെ എക്സാമ്പിൾ ആണ് liquid in liquid. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുക emulsion is a colloid of dash and dash. അപ്പോൾ liquid in liquid എന്ന് പറയണം. Then next is sixth one is liquid in gas. It is also called aerosol. അതിൽ fog, mist, cloud അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡിനെയും സോളിഡ് ഇൻ ഗ്യാസിനെയും ലിക്വിഡ് ഇൻ ഗ്യാസിനെയും എയറോസോൾ തന്നെയാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ ഡിഫറൻ്റ് ആണ്, ഓർമ്മിക്കണം. Then gas in solid. Gas in solid is called solid form. Solid form അവിടെ സ്പോഞ്ച്, അതുപോലെ ഫോം റബ്ബർ ഒക്കെ എക്സാമ്പിൾ ആണ്. Then last one is gas in liquid. That is called foam. സോപ്പ്, ലാദർ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ഫോമിന്. പിന്നെ ഒമ്പതാമത്തെ ഓപ്ഷൻ ആയിട്ട് ടൈപ്പ് ആയിട്ട് ഗ്യാസ് ഇൻ ഗ്യാസ് വരില്ല, ഓർമ്മിക്കണം. ഗ്യാസ് ഇൻ ഗ്യാസ് ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്യലോ. കൊളോയിഡ് ഹെറ്ററോജീനിയസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 8 ക്ലാസിഫിക്കേഷൻ നമുക്ക് classification based on the physical state of dispersed phase and dispersion medium. Second one ആണ് അതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. That is based on the force of attraction between interaction between dispersed phase and dispersion medium. That is called lyophobic colloid and lyophilic colloid. Lyophobic and lyophilic. Lyophobic and lyophilic colloids ആണ് two type of classification based on the interaction between dispersed phase and dispersion medium. അപ്പോൾ അതിന്റെ ടേബിൾ ആയിട്ട് ഓർമ്മിക്കാം. ആദ്യം ലയോഫിലിക് ആണ് പറയുന്നത്, പിന്നെ ലയോഫോബിക് ആണ്. സ്ട്രോങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആണ് ലയോഫിലിക്. വീക്ക് ഇന്ററാക്ഷൻ ആണ് ലയോഫോബിക്കിനകത്ത് വരുന്നത്. റിവേഴ്സിബിൾ ആണ് ലയോഫിലിക്, അതുപോലെ തന്നെ ഇറിവേഴ്സിബിൾ ആണ് ലയോഫോബിക്. That is prepared by direct mixing of dispersed phase and medium. Lyophilic. Example starch water ഒക്കെ ലയോഫിലിക് ആണ്. ഗോൾഡ് സോൾ, സിൽവർ സോൾ ഒക്കെ ലയോഫോബിക് ആണ്. അത് സ്പെഷ്യൽ മെത്തേഡ് വഴി മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ, ലയോഫോബിക്. മറ്റൊന്ന് സ്റ്റേബിൾ ആൻഡ് സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ് ലയോഫിലിക്. അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് റിക്വയർഡ് സം സ്റ്റെബിലൈസിംഗ് ഏജന്റ് ആണ് ലയോഫോബിക് colloid. Coagulation not easily takes place in the case of lyophilic ആണ്. Easily coagulated ആണ്, അത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈസിലി coagulated ആണ് ലയോഫോബിക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ലയോഫോബിക് 3-4 പോയിന്റ്സ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ലയോഫോബിക്കും ലയോഫിലിക് ആണ് ഞാൻ ആദ്യം പറയും. ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിനകത്തുള്ളത്. ദെൻ മൂന്നാമത്തെയാണ് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ആ ഫേസിന്റെ പാർട്ടിക്കിൾ സൈസ് ഞാൻ പറഞ്ഞു. കൊളോയിഡൽ നേച്ചർ എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്റർ ആണ് നിയർലി വരുന്നത്. അത് ചില ബുക്കിനകത്ത് 1 to 100 ഉണ്ട്, നമുക്ക് NCERT ബുക്കിനെ ബേസ് ചെയ്തിട്ട് പറയാം. ദെൻ 1 to 1000 നാനോമീറ്ററിനകത്തേക്ക് വരുമ്പോഴാണ് ഇത് കൊളോയിഡൽ നേച്ചർ കാണിക്കുക. എന്നാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് multi-molecular colloid, multi-molecular colloid, macromolecular colloid, associated colloid. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് multi-molecular layer എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് നിയർലി 1 നാനോമീറ്റർ ആണ്. അപ്പൊ കുറെ എണ്ണം ജോയിൻ ചെയ്താൽ മാത്രമേ മൾട്ടി ലെയർ ആയാൽ മാത്രമേ കൊളോയിഡൽ നേച്ചർ കാണിക്കുള്ളൂ. പാർട്ടിക്കിൾ സൈസ് നിയർലി 1 നാനോമീറ്റർ ആണ് കൊളോയിഡൽ. പിന്നെ മൾട്ടി മോളിക്കുലാറിൽ മാക്രോ മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിറ്റ് തന്നെ, ഒറ്റ മോളിക്കുലർ കൊളോയിഡൽ നേച്ചർ കാണിക്കും. പാർട്ടിക്കിൾ സൈസ് നിയർലി 1000 നാനോമീറ്റർ ആണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. എന്നാൽ ലോ കോൺസെൻട്രേഷനിൽ ട്രൂ സൊല്യൂഷൻ ആയിട്ട് ബിഹേവ് ചെയ്യുകയും അറ്റ് ഹൈ കോൺസെൻട്രേഷനിൽ മാത്രമാണ് കൊളോയിഡൽ നേച്ചർ കാണിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയാ. ദീസ് ആർ കൊളോയിഡൽ സൊല്യൂഷൻ വിച്ച് ബിഹേവ് ആസ് ട്രൂ സൊല്യൂഷൻ അറ്റ് ലോ കോൺസെൻട്രേഷൻ ആൻഡ് ബിഹേവ് ആസ് കൊളോയിഡ് അറ്റ് ഓൺലി അറ്റ് ഹൈ കോൺസെൻട്രേഷൻ. അത് സോപ്പ് സൊല്യൂഷൻ ഒക്കെയാണ്. അങ്ങനെയാണ് സോപ്പിന്റെ മിസെല്ലി ഫോർമേഷൻ, ക്ലിൻസിങ് ആക്ഷൻ മിസെല്ലി ഫോർമേഷൻ വഴിയാണ്. അപ്പൊ സോപ്പിന്റെ ക്ലിൻസിങ് ആക്ഷൻ നമ്മുടെ അസോസിയേറ്റഡ് കൊളോയിഡിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ബേസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി പാർട്ടിക്കിൾ. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ്
പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ 3 പ്രിപ്പറേഷൻ ടെക്നിക്കാണ്. ദാറ്റ് ഈസ് വൺ ഈസ് കെമിക്കൽ മെത്തേഡ്സ്, ദെൻ ഇലക്ട്രിക്കൽ ഡിസ്പേർഷൻ. ഇലക്ട്രിക്കൽ ഡിസ്പേർഷന്റെ വേറൊരു പേരാണ് ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. ഇൻ ദ കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അതിന് നമുക്ക് വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. സൾഫർ സോൾ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സൾഫർ സോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ oxidation of H2S using SO2. അപ്പോൾ H2S plus SO2 gives S plus H2O. സൾഫർ സോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തെയാണ് റിഡക്ഷൻ. റിഡക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നത് ഗോൾഡ് സോൾ ആണ്. AuCl3 ഗോൾഡ് ക്ലോറൈഡിന് AuCl3യെ SnCl2 വെച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് സോൾ കിട്ടും പ്ലസ് SnCl4. Then third one is called double decomposition. അതായത് 2 കോമ്പൗണ്ടും ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കോമ്പിനേഷൻ വരുമ്പോൾ കൊളോയിഡൽ നേച്ചറിലേക്ക് കൊണ്ടുവരിക. That is AS2S3 ആർസനിക് സൾഫൈഡിന്റെ സോൾ പ്രിപ്പയർ ചെയ്യുന്നത് ആർസനിക് ഓക്സൈഡ് AS2O3 ആൻഡ് H2S കൂടി ചേർന്നിട്ട് AS2S3 plus H2O കിട്ടും. അപ്പൊ അവിടെ AS2S3 യുടെ സോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. Then hydrolysis by adding water a bond can be cleared. That is FeCl3 undergoes hydrolysis with water. FeOH thrice ന്റെ പിന്നെ സോൾ കിട്ടും പ്ലസ് HCl. അപ്പൊ ഇങ്ങനെ 4 മെത്തേഡ് ആണ് നമുക്ക് കെമിക്കൽ മെത്തേഡിലുള്ളത്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. The second one is called electrical disintegration അല്ലെങ്കിൽ ഡിസ്പേർഷൻ. ബ്രേക്ക് ചെയ്യുക. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് കൊളോയിഡിന്റെ ബിഗർ മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഡിസ്പേർഷൻ ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊളോയിഡൽ നേച്ചറിലേക്ക് കൊണ്ടുവരിക, 1 to 1000 നാനോമീറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഇലക്ട്രിക്കൽ ഡിസ്പേർഷനിൽ ചെയ്യുന്നത്. അവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇതാണ്. ദ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സോൾ ലൈക്ക് കോപ്പർ സോൾ, സിൽവർ സോൾ, ഗോൾഡ് സോൾ എക്സെട്ര can be prepared by this method. എന്നാൽ സോഡിയം സോളോ പൊട്ടാസ്യം സോളോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സോൾ cannot be prepared by Briggs arc method. And the third one is called പെപ്റ്റൈസേഷൻ. അതായത് ഒരു പ്രസിപ്പിറ്റേറ്റിനെ, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ വിഭാഗത്തിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് ഒരു പ്രസിപ്പിറ്റേറ്റിനെ ഒരു കൊളോയിഡ് ആക്കി മാറ്റുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് ദി പെപ്റ്റൈസേഷൻ. ദ കൺവേർഷൻ ഓഫ് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate into colloid by adding suitable reagent. അതിനെ നമ്മൾ പെപ്റ്റൈസിങ് ഏജന്റ് എന്നൊക്കെ വിളിക്കും. ഫോർ എക്സാമ്പിൾ FeOH thrice ന്റെ precipitate ഉണ്ട്. FeOH thrice ന്റെ precipitate-ലേക്ക് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള റിയേജന്റ് ആയിട്ടുള്ള പെപ്റ്റൈസിങ് ഏജന്റ് FeCl3 ആഡ് ചെയ്താൽ നമുക്ക് FeOH thrice ന്റെ സോൾ കിട്ടും. ഇപ്പുറം FeOH thrice ന്റെ precipitate ഉണ്ടായത്, എന്നാൽ FeOH thrice ന്റെ സോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം FeCl3 ഉപയോഗിച്ചിട്ട്. അപ്പൊ കൺവേർഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കൺവേർഷൻ ഓഫ് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate into colloid by using a peptizing agent is called peptization. These are the preparation of colloids. Then purification. Purification എന്ന് പറഞ്ഞാൽ ഈ പ്രിപ്പയർ ചെയ്ത കൊളോയിഡിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് SPM ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ഡയാലിസിസ്. ഈ ഡയാലിസിസ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡയാലിസിസ്. and the purification by using ultra filter paper. അപ്പം സെമി പെർമേബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചുള്ള പ്യൂരിഫിക്കേഷൻ ഡയാലിസിസ്, അത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രോ ഡയാലിസിസ്. എന്നാൽ അൾട്രാ ഫിൽട്ടർ പേപ്പർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽട്ടർ പേപ്പർ ആണ്. അത് ഉപയോഗിച്ചിട്ട് പോർ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള 1 to 1000 അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ പേപ്പർ, അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള പ്യൂരിഫിക്കേഷനാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. Then the next topic is ഫോക്കസ് ചെയ്തതിലും കൂടി വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. അതിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ലൈറ്റുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് സൂട്ടബിൾ ലൈറ്റ്. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഒരു ബീക്കറിൽ എടുത്തിട്ട്, ഒരു ബീക്കറിൽ നമ്മൾ ഒരു സോൾ എടുത്തു, അതിലേക്ക് ലൈറ്റ് ആഡ് ചെയ്താൽ, ലൈറ്റ് നമ്മൾ പാസ് ചെയ്താൽ ആ ലൈറ്റ് പോകുന്ന പാത്തില് നമുക്ക് പാർട്ടിക്കിൾ വിസിബിൾ ആവും. ഇത് കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. ഇതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയാം. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിൾ ലൈറ്റിൽ സ്കാറ്റർ ചെയ്തിട്ട് ആ പാർട്ടിക്കിൾ വിസിബിൾ ആവുന്ന പ്രോസസ്സിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് an optical property of colloidal particle, colloids, and the scattering of light by the colloidal particle is called Tyndall effect. Important question ആണ്. Next one is Brownian movement, the zigzag movement of
colloidal particle. It is a kinetic property of colloid. Zigzag മൂവ്മെന്റിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു യു ഷേപ്പുള്ള ട്യൂബില് നമ്മൾ ഒരു കൊളോയിഡ് എടുക്കുക. ഈച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾ ക്യാൻ ഹാവ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളിനും പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതില് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ നമ്മളൊരു കൊളോയിഡ് എടുത്ത്, ഞാനിപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, കൊളോയിഡൽ പാർട്ടിക്കിൾ എടുത്തില്ലെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും? നെഗറ്റീവിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയാം. ഇലക്ട്രോഫോറസിസ് ഈസ് ദ electrical property of colloidal particle. Electrical property ഇത്രയേ ഉള്ളൂ. The movement of a colloidal particle to the respective electrode. പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യും, ഇതിനുള്ളിൽ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്ന ഈ മോഷനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് നമ്മൾ പറയുന്നത്. The next property is about coagulation. Examination point of view important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് coagulation എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പെപ്റ്റൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെപ്റ്റൈസേഷൻ പ്രിപ്പറേഷൻ ടെക്നിക് ആണെങ്കിൽ കൊയാഗുലേഷൻ പ്രോപ്പർട്ടി ആണ് കൊളോയിഡ്സിന്റെ. അതായത് ദ കൺവേർഷൻ ഓഫ് എ കൊളോയിഡ് ഇൻടു എ precipitate. ഒരു കൊളോയിഡ് തിരിച്ച് precipitate ആയി മാറും ബൈ ആഡിങ് എ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റുകൾ ആഡ് ചെയ്താൽ കൊളോയിഡ് തിരിച്ച് precipitate ആയി മാറുന്ന പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയാ. ഈ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റിനെ കൊയാഗുലേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ എത്ര എമൗണ്ട് കൊയാഗുലേറ്റിംഗ് ഏജന്റ് വേണം എന്നുള്ളതിനെ കൊയാഗുലേഷൻ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ, കൊയാഗുലേഷന്റെ വേറൊരു പേരാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെയുള്ള കൊയാഗുലേറ്റിംഗ് ഏജന്റില് ഒരു അയോൺ ആയിരിക്കും ഈ കൊയാഗുലേഷന് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവുക. അതിനെയാണ് കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു ഈച്ച് കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ചാർജ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കൊളോയിഡിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിലുള്ള നെഗറ്റീവ് പാർട്ടായിരിക്കും ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യുക. അതായത് കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്യുന്ന എ ബി എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എ പ്ലസ് ബി മൈനസ് ഉണ്ടെങ്കിൽ എ പ്ലസ് ആയിരിക്കും ഈ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ കൊയാഗുലേഷന് വേണ്ടി കാരണമാകുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ കൊയാഗുലേഷന് കാരണമാകുന്ന അയോൺ, കൊയാഗുലേറ്റിംഗ് അയോൺ, ഈ ഇലക്ട്രോലൈറ്റിൽ ഉള്ള അയോൺ റെസ്പോൺസിബിൾ ഫോർ കൊയാഗുലേഷൻ, കൊയാഗുലേറ്റിംഗ് അയോണിന്റെ പവർ പറയുന്നത് ഹാർഡി-ഷൂൾസ് റൂൾ വെച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹാർഡി-ഷൂൾസ് റൂൾ ഇത്രയേ ഉള്ളൂ. വാലൻസി ഓഫ് ദ കൊയാഗുലേറ്റിംഗ് അയോൺ increases, coagulating power also increases. Valency of the coagulating ion increases എന്ന് പറഞ്ഞാൽ Ti4+, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ Ti4+ ആയിരിക്കും പവർഫുൾ കൊയാഗുലേറ്റിംഗ് അയോൺ. അല്ലെങ്കിൽ ദാൻ Al3+, ദാൻ Ba2+, ദാൻ Na+. എന്നാൽ കൊളോയിഡിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നെഗറ്റീവ് അയോണല്ലേ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ FeCN6 4- ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൊയാഗുലേറ്റിംഗ് അയോൺ. ദാൻ PO4 3-, അതിന്റെ വാലൻസി 3 ആണ്. SO4 2-, then Cl-. അപ്പൊ വാലൻസി കൂടുമ്പോൾ കൊയാഗുലേറ്റിംഗ് പവറും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കൊയാഗുലേഷനുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. Then the next topic is about emulsion. Emulsion എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. സോ വാട്ടർ ഇൻ ഓയിൽ എമൽഷനും ഓയിൽ ഇൻ വാട്ടർ എമൽഷനും ഉണ്ട്. ബോത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ദ ലിക്വിഡ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എമൽഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ആദ്യം പറയുന്ന ഫേസ്, പിന്നെ പറയുന്ന മീഡിയം. വാട്ടർ ഇൻ ഓയിൽ എമൽഷനിൽ വാട്ടർ ഈസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഓയിൽ ഈസ് ദ ഡിസ്പേർഷൻ മീഡിയം. അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബട്ടർ ആണ് വാട്ടർ ഇൻ ഓയിൽ ഇൻ എമൽഷൻ എക്സാമ്പിൾ. എന്നാൽ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് പറഞ്ഞാലോ ഓയിൽ ഈസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഈസ് ദ ഡിസ്പേർഷൻ മീഡിയം. മിൽക്ക് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഇങ്ങനെ കൊളോയിഡ്സിന്റെ ഡെയിലി ലൈഫിലുള്ള അപ്ലിക്കേഷൻ എന്തൊക്കെയാണ്. അപ്പൊ അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സ്കൈ ബ്ലൂ കളർ കാണിക്കുന്നത് അവിടെ ഡസ്റ്റ് പാർട്ടിക്കിളുടെ സ്കാറ്ററിംഗ് മൂലമാണ്. അപ്പം അത് കൊളോയിഡിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ് ഇതൊക്കെ കൊളോയിഡ്
കൊളോയിഡൽ നേച്ചറുള്ള പാർട്ടിക്കിൾ ആണ്. ബ്ലഡ് കൊളോയിഡൽ നേച്ചറുള്ള സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽ ഈസ് കൊളോയിഡൽ ഇൻ നേച്ചർ. ഫോർമേഷൻ ഓഫ് ഡെൽറ്റ, സീ വാട്ടറും റിവർ വാട്ടറും മീറ്റ് ചെയ്യുന്നിടത്തുള്ള ഡെൽറ്റ ഫോർമേഷൻ കൊളോയിഡിന്റെ അപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ കൊളോയിഡ്സിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ ആണ്. മെഡിസിനൽ അപ്ലിക്കേഷൻസ് ഉണ്ട് കൊളോയിഡിന്. ലെതറിന്റെ ടാനിങ് കൊളോയിഡൽ അപ്ലിക്കേഷൻ ആണ്. ക്ലിൻസിങ് ആക്ഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് കൊളോയിഡ്സിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ കൊളോയിഡ്സ് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കൊളോയിഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ സർഫസ് കെമിസ്ട്രി പ്രധാനമായിട്ടും 3 ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അഡ്സോർപ്ഷൻ, അതുപോലെ തന്നെ കറ്റാലിസിസ്, അതുപോലെ തന്നെ കൊളോയിഡ്സ്. അപ്പൊ ഈ ടോപ്പിക് മുഴുവനായിട്ട് പറഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട്, എന്നാലും ചില ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട്സിലൂടെ ഒന്ന് കടന്നു പോകണം, നോട്ട് വായിച്ച് നോക്കണം. അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.